2016 ജനുവരിയിൽ യത്തീംഖാനയിലെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ചതായി കണ്ടെത്തിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളാണ് പരാതി നൽകിയത്. പെൺകുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ചു എന്ന വാദം അവിശ്വസനീയമാണെന്ന് മാതാവ് പറയുന്നു. മരണത്തിന് മുൻപ് വീട്ടിൽ വന്നപ്പോൾ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നതായും ഇവർ പറഞ്ഞു. എന്ത് ചോദിച്ചാലും ഇങ്ങനെ പറയുന്നില്ല. ആദ്യത്തെ മാതിരി അല്ല പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും ഇതാകുന്നില്ല. ഒരു ചടഞ്ഞു കുത്തിയിരിപ്പ്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നിൻ്റെ കാല് ഞാൻ പിടിക്കുക, എന്താ നിനക്ക് സംഭവിച്ചാണെങ്കിലും പറയണം, അങ്ങോട്ടേക്ക് പോകണ്ടെങ്കിൽ പോകണ്ട, നിനക്ക് എന്താണേലും എൻ്റെ അടുത്ത് കാര്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാര്യമില്ല, എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് ലൈനിൽ നിന്നിട്ട് വേണം ഭക്ഷണം നമുക്ക് പാത്രത്തിൽ വാങ്ങാൻ. ഞാൻ പറഞ്ഞു, അതൊരു കാരണേ അല്ല. കുട്ടിയുടെ മൃതദേഹം ശരിയായി കാണാൻ പോലും അനുവദിച്ചില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. പെൺകുട്ടി വീണ സ്ഥലത്ത് അപകടത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. 2 നിലൻ്റെ മുകളിൽ റൂഫ് ചെയ്തതിൻ്റെ മുകളിലാണ് ഈ പെൺകുട്ടി കയറി ഫൈബർ ഷീറ്റ് പൊട്ടി വീണെന്ന് ഇവർ പറയുന്നത്. ഞാൻ ആ സ്ഥലം കണ്ടപ്പോൾ ഒരു പെൺകുട്ടിക്ക് കയറാൻ പറ്റില്ല, പ്രത്യേകിച്ച് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും അവിടെ കയറാൻ കഴിയില്ല. മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച അന്ന് തന്നെ പരാതി നൽകിയെങ്കിലും അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പുനരന്വേഷണം ആവശ്യപ്പെട്ട പോലീസിനും CWCക്കും ബാലാവകാശ കമ്മീഷനും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.